കഴിഞ്ഞ 5 ദശകങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ശാസ്ത്ര ഗവേഷണത്തിന് വിധേയമായിട്ടുള്ള ഒരു മേഖലയാണ് മനുഷ്യൻ്റെ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. എന്നിരുന്നാലും ഒരു സമഗ്രമായിട്ടുള്ള ഏകീകൃതമായിട്ടുള്ള ഒരു മസ്തിഷ്ക സിദ്ധാന്തം നിർമ്മിക്കുന്നതിൽ അതിലെത്തിച്ചേരുന്നതിൽ ഇന്നും ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. വളരെ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയാവുന്ന ഒരു സിസ്റ്റമാണ്, ഒരു സങ്കേതമാണ് മനുഷ്യൻ്റെ മസ്തിഷ്കം. മനുഷ്യൻ്റെ മാത്രമല്ല, മൃഗങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള വളരെ പരിണാമപരമായിട്ട് സങ്കീർണതയാർജിച്ച് വന്നിട്ടുള്ളതാണ് മനുഷ്യ മസ്തിഷ്കം. ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതികശാസ്ത്രം 100 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ നിന്നിരുന്നോ അങ്ങനെയാണ് ഇന്ന് ന്യൂറോ സയൻസ് ഇന്ന് നിലനിൽക്കുന്നത്. ഒരുപാട് ഡേറ്റയും ഇൻഫർമേഷനും നമുക്കിന്ന് ലഭ്യമാണ്. എന്നാൽ അതിനെയെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേരാൻ ഇന്നും സാധിച്ചിട്ടില്ല. ഏറ്റവും സങ്കീർണമായിട്ട് നിൽക്കുന്നത് ബ്രെയിനിൻ്റെ ഇൻഫർമേഷൻ സെൽസ്, കോശങ്ങൾ, ഇൻഫർമേഷൻ കോശങ്ങൾ എന്നറിയപ്പെടുന്ന ന്യൂറോണുകൾ എങ്ങനെ പരസ്പര ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അത് ഇന്നും പല രീതിയിലുള്ള ഗവേഷണത്തിന് വിധേയമാകുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള പഠനങ്ങൾ അതൊരു ബയോളജിക്കൽ സിസ്റ്റം എന്നുള്ളതിനതീതമായിട്ട് അതിനെ ഒരു ഗണിതശാസ്ത്രപരമായിട്ട് ഇൻഫർമേഷൻ തിയറിക്കും കോസ്മോളജിക്കും വിധേയമാക്കിയിട്ട് ഭൗതിക ശാസ്ത്രത്തിനും വിധേയമാക്കിയിട്ട് ഈ പഠനങ്ങൾ എങ്ങനെ മസ്തിഷ്കത്തെ അറിയാൻ സാധിക്കും എന്നുള്ളതിലേക്കൊരു എത്തിനോട്ടമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെയിനിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില ശാസ്ത്രജ്ഞർ മറ്റ് ജീവജാലങ്ങളെക്കുറിച്ചുള്ള അവരുടെ പെരുമാറ്റത്തിലേക്കുള്ള അവരുടെ സങ്കീർണമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലേക്കും എത്തി നോക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ വളരെ സവിശേഷമാർന്ന പഠനമാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ധാരാളം ഉറുമ്പുകളുടെ ഘടന എങ്ങനെയാണ്, അവർ സാമൂഹികമായിട്ട് എങ്ങനെ സംഘടിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ. ഈ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഉറുമ്പുകൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയല്ല, പക്ഷേ കൂട്ടത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എങ്ങനെയാണോ ന്യൂറൽ നെറ്റ്വർക്ക്സ്, നമ്മുടെ മസ്തിഷ്കത്തിലുള്ള നെറ്റ്വർക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതേ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉറുമ്പിൻ്റെ കൂട്ടത്തെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ, അതിന് താപം നൽകി അതിനവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒരു പരിധി കഴിഞ്ഞാൽ പെട്ടെന്ന് കൂട്ടത്തോടെ ആ കൂട് ഉപേക്ഷിച്ച് പുറത്തു പോവുകയാണ്. ആ ഒരു തീരുമാനം ഒരു നിമിഷത്തിൽ കൂട്ടത്തോടെ ഉണ്ടാകുകയാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രക്രിയയിലേക്ക് പോകുന്നത്, ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഉറുമ്പുകൾ തമ്മിൽ ഒരു സംവാദനം നടക്കുന്നുണ്ട്. അത് എങ്ങനെയാണോ നമ്മുടെ ന്യൂറോണുകൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സംവദിക്കുന്നത്, കണക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ള അതേ രീതിയിലാണ് ഉറുമ്പുകളുടെയും ഈ കണക്ഷൻസ്, ഈ ബന്ധപ്പെടൽ. അതുപോലെ തന്നെ നമ്മളെ ഇന്ന് അതിശയിപ്പിക്കുന്ന മറ്റൊരു വലിയ ശൃംഖലയാണ് വൃക്ഷങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതിനെ വുഡ് വൈഡ് വെബ് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. വേൾഡ് വൈഡ് വെബ് എന്ന് നമുക്കറിയാവുന്ന ഇൻ്റർനെറ്റിനെ നമ്മളിലേക്ക് എത്തിക്കുന്ന അതേ സംവിധാനത്തിന് തുല്യമായിട്ട് വുഡ് വൈഡ് വെബ് എന്നുള്ള ഒരു ആശയം. വൃക്ഷങ്ങൾ അതിൻ്റെ റൂട്ട്സിലൂടെ, അതുമാത്രമല്ല മണ്ണിലുള്ള മറ്റ് മൈക്രോ ഓർഗാനിസംസ്, ഫംഗസ് പോലുള്ള മറ്റ് ഓർഗാനിസംസിൻ്റെയും സഹായത്തോടെ പരസ്പരം ബന്ധപ്പെടുന്നു. അവർ അറിവുകൾ കൈമാറുക മാത്രമല്ല, ന്യൂട്രീഷ്യൻസ്, പോഷകാഹാരങ്ങൾ ആവശ്യമുള്ള വൃക്ഷങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ മറ്റ് വൃക്ഷങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആഗോളതലത്തിലുള്ള ഒരു കണക്ടിവിറ്റി ആയിട്ട് പോലും നമുക്ക് സങ്കല്പിക്കാറുണ്ട്. ഒരു പ്രദേശത്തെ വൃക്ഷങ്ങൾ മാത്രമല്ല പരസ്പരം ബന്ധപ്പെടുന്നത്, പക്ഷേ ആഗോളതലത്തിൽ വൃക്ഷങ്ങളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് സങ്കല്പിക്കാം. ഈ ബന്ധപ്പെടൽ, ഈ കണക്ഷൻസും നമ്മുടെ മസ്തിഷ്കത്തിലെ കോശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണക്ഷൻസുമായിട്ട് ഒരുപാട് സാമ്യതയുണ്ട് എന്ന്
ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇത് വെറും ഭാഗികമായിട്ടുള്ള സാമ്യതയല്ല. ഉറുമ്പുകളുടെ സംവാദവും വൃക്ഷങ്ങളുടെ സംവാദവും ഗണിതശാസ്ത്രപരമായിട്ട് നമ്മൾ അതിനെ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോ ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോ മാത്തമാറ്റിക്കലായിട്ട് ഗണിതശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് മോഡൽസ് നിർമ്മിച്ച് ഇന്ന് എങ്ങനെയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തത്തിലേക്ക് നമ്മളിന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ പഠനങ്ങൾക്കിടയിലാണ് ഭൗതികശാസ്ത്രത്തിലെ കോസ്മോളജിയിൽ നിന്ന്, പ്രപഞ്ചശാസ്ത്രത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള പല തെളിവുകളും ഇത്തരം മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രതിരൂപമാണ് പ്രപഞ്ചം എന്നുള്ള വീക്ഷണത്തിൽ നമ്മൾ ഇന്ന് എത്തിച്ചിരിക്കുന്നത്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഉയർന്ന തലത്തിലുള്ള ഇമേജുകൾ, ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മസ്തിഷ്കത്തിൻ്റെ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ ഇമേജുകളുമായിട്ട്, ചിത്രങ്ങളുമായിട്ട് സാമ്യതയുള്ളതായിട്ട് കാണാം. എന്നാൽ ഇത് ചിത്രങ്ങൾ തമ്മിലുള്ള ഒരു സാമ്യത മാത്രമല്ല, ഗണിതശാസ്ത്രപരമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഈ രണ്ട് സിസ്റ്റത്തിലും സ്കെയിലുകൾ തമ്മിൽ വലിയ അന്തരമുണ്ടെങ്കിലും ഏതാണ്ട് 15 ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് ആണ് കോശങ്ങളുടെ പ്രവർത്തനവും പ്രപഞ്ചത്തിന്റെ സ്കെയിലും തമ്മിൽ. 15 ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 1000 ബില്യൺ ടൈംസ് 1 ക്വാഡ്രില്യൺ എന്നുള്ള ഒരു വലിയ സംഖ്യയാണ്. ഇത്രയും വലിയ വ്യത്യാസമുണ്ടായിട്ട് മസ്തിഷ്കത്തിന്റെ കോശങ്ങളും പ്രപഞ്ചത്തിന്റെ ഘടനയും തമ്മിൽ ഗണിതശാസ്ത്രപരമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. ഒരൊറ്റ മാത്തമാറ്റിക്കൽ മോഡലിൽ നമുക്കിതിനെ രണ്ടിനെയും ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള കമ്പാരിസൺസ് ആണ്. അതായത് വെറും പുറമേ ഉള്ള സാമ്യതകളല്ല, അതിന് വളരെ കൃത്യമായിട്ടുള്ള അളവുകൾ തമ്മിലുള്ള സാമ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ന് പഠനങ്ങൾ കാണിക്കുന്നത്. ഗാലക്സികൾ കൂട്ടത്തോടെ നിൽക്കുന്നതും അത് മറ്റ് ഗാലക്സികളുമായിട്ട് ബന്ധപ്പെടുന്നതും ക്ലസ്റ്ററിങ്, കൂട്ടായി ചേരുകയും അതിൽ നിന്ന് ഫിലമെന്റുകളായിട്ട് മറ്റ് ക്ലസ്റ്റേഴ്സിലേക്ക് ബന്ധിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. അതേ കാര്യം തന്നെയാണ് നമ്മുടെ മസ്തിഷ്കത്തിലും കാണുന്നത്. ന്യൂറോണുകൾ നമുക്കറിയാം മറ്റ് ന്യൂറോണുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ചില ബന്ധങ്ങൾക്ക് അത് പ്രാധാന്യം കൊടുക്കുന്നു, ചില ബന്ധങ്ങൾക്ക് അത് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കൊരു നെറ്റ്വർക്കായിട്ട് അത് നിലനിൽക്കുന്നതായിട്ട്, ഒരു ഡിസ്റ്റിങ്ക്റ്റ് പാറ്റേൺ ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് പ്രപഞ്ചത്തിൽ നിൽക്കുന്നത്. ഗാലക്സികൾ മറ്റ് ഗാലക്സികളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു ഫിലമെന്റുകളായി പോലെയുള്ള അവസ്ഥയിലൂടെ. ആ കണക്ഷൻസ്, ചില കണക്ഷൻസിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നു, ചില കണക്ഷൻസുകൾക്ക് അത്ര പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥയാണ് നമുക്കൊരു പ്രപഞ്ചത്തിൽ കാണുന്നത്. ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സാർവത്രികമായിട്ടുള്ള നിയമങ്ങളാണ് അത് ഭൂമിയിലെ ജീവനെ നിയന്ത്രിക്കുന്നതും പ്രപഞ്ചത്തിൻ്റെ ഘടനയും നിയന്ത്രിക്കുന്നതും. നമുക്കറിയാം പരമാണുക്കളിൽ നിന്ന്, അണുക്കളിൽ നിന്ന് അല്ലെങ്കിൽ കണങ്ങളിൽ നിന്നാണ് ആറ്റംസ് ഉണ്ടാകുന്നത്. ആറ്റംസിൽ നിന്ന് മോളിക്യൂൾസ് ഉണ്ടാകുന്നു, മോളിക്യൂൾസിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാകുന്നു, വസ്തുക്കളിൽ നിന്ന് മനുഷ്യരെ പോലുള്ള ജീവജാലങ്ങളുടെ ഘടന ഉണ്ടാകുന്നു. അതുപോലെ തന്നെ വസ്തുക്കളിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടങ്ങുന്ന വലിയ ഒരു സിസ്റ്റം ഉണ്ടാകുന്നു. ഈ എല്ലാ പരസ്പര ഘടകങ്ങളും ഒത്തുചേരുന്നത് ഒരു പൊതു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു യൂണിവേഴ്സൽ സിസ്റ്റത്തിൻ്റെ, ഒരു പൊതു നിയമങ്ങളെ അനുസരിക്കുന്ന യൂണിവേഴ്സൽ സിസ്റ്റമാണ് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മസ്തിഷ്കത്തിൻ്റെ ഒരു യൂണിഫൈഡ് തിയറി ഉണ്ടാകാൻ സാധിച്ചില്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരം പഠനങ്ങൾ മസ്തിഷ്കത്തെക്കുറിച്ചും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ബോധമുണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള അറിവുകൾ നമുക്ക് ഉണ്ടാക്കിത്തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.